സല്യൂട്ട് സോദരരെ. നമുക്ക് എല്ലാവർക്കും ഭക്ഷണത്തിന്റെ വില നല്ലപോലെ അറിയാവുന്ന ആണല്ലോ. ഭക്ഷണം കിട്ടാതെ വലയുന്ന എത്രയോ ആൾക്കാരുണ്ട്. വിശപ്പ് സഹിച്ച് ജീവിതം തള്ളി നീക്കുന്നവരുണ്ട്. അതുപോലെ തെറ്റായ രീതിയിൽ ഭക്ഷണം കഴിച്ച് അസുഖമുണ്ടാക്കുന്നവരുണ്ട്. ഭക്ഷണത്തെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ്. ജയിലിലെ ഭക്ഷണത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ജയിൽ ചട്ടങ്ങളെല്ലാം ഒരു പുസ്തകമായിട്ട് ജയിൽ മാനുവൽ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അത് സർക്കാർ അംഗീകരിച്ചതാണ്. ഇതിനകത്ത് ജയിലിലുള്ള ഓരോ വ്യക്തിക്കും കൊടുക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ചുള്ള വിശദമായ വിവരണങ്ങൾ അടങ്ങിയിരിക്കുന്നു. പണ്ടേ ഉണ്ടായിരുന്നു, പക്ഷെ അത് പുതുക്കി വീണ്ടും ഇറക്കിയതാണ്. ഇതിനകത്ത് ഭക്ഷണത്തിന്റെ തോത് പറയുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണെങ്കിൽ എത്ര ഗ്രാമിന്റെ റവ, ഒരാൾക്ക് 120 ഗ്രാം അല്ലെങ്കിൽ 200 ഗ്രാമിന്റെ റവ. ഇഡലി ആണെങ്കിൽ ഒരാൾക്ക് 4 ഇഡലി, ദോശ 3, അങ്ങനെ അളവുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ചോറാണെങ്കിൽ ഒരാൾക്ക് ഇത്രയും ഗ്രാമിന്റെ അരി വെച്ചുള്ള ചോറ്, അങ്ങനെയുള്ള കണക്കുകൾ വെച്ച് ചപ്പാത്തി എത്ര, അങ്ങനെ പറഞ്ഞ കണക്ക് വെച്ചിട്ടാണ് ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ജയിലിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്ററി ചെലവുള്ളത്, അതായത് സർക്കാർ തരുന്ന കാശിൽ നിന്ന് ഏറ്റവും കൂടുതൽ പൈസ ചെലവഴിക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ജയിലിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 10,000-ഓളം അന്തേവാസികളുണ്ട്. അപ്പൊ അവർക്കൊക്കെ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും ഭക്ഷണം കൊടുക്കണ്ടേ. അപ്പൊ ഭക്ഷണത്തിനാണ് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ജയിലില് വേണ്ടി വരിക. ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. സർക്കാർ റിസർവ് ബാങ്കിൽ നിന്ന് അടിച്ചിറക്കി കൊണ്ടുവരുന്ന പൈസയൊന്നുമല്ല. അങ്ങനെ അടിച്ചിറക്കാനൊന്നും പറ്റില്ലല്ലോ. ഇത് ജനങ്ങൾ തന്നെ കൊടുക്കുന്ന പൈസയാണ്. അപ്പൊ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സ് ആയിട്ടും ഫീസായിട്ടും ഫൈനായിട്ടും പല രീതിയിലും ഒക്കെ പിരിച്ചെടുക്കുന്ന ബിവറേജസ് കോർപ്പറേഷൻ, ലോട്ടറി, ഇതൊക്കെ ഉണ്ടല്ലോ വകുപ്പുകൾ. പല പല സംസ്ഥാനങ്ങൾക്ക് പല പലതാണ്. പിന്നെ അതുപോലെ കേന്ദ്ര സർക്കാർ മാസം തോറും കൊടുക്കും, ഒരു വിഹിതം പോലെ കൊടുക്കും. ഇതെല്ലാം കേന്ദ്ര സർക്കാരിന് കിട്ടുന്നതും ജനങ്ങളിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഈ ജനങ്ങളിൽ നിന്നുള്ള പൊതു പണം ആണ് സർക്കാരിന്റെ എല്ലാ സ്ഥാപനങ്ങളും ഓടാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഞാൻ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളത്, ഞാൻ സർക്കാർ ജീവനക്കാരി എന്നറിയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഒരു പൊതു സേവിക അല്ലെങ്കിൽ ഒരു പബ്ലിക് സെർവന്റ് എന്നുള്ള രീതിയിലാണ് അറിയാൻ താല്പര്യപ്പെട്ടിരുന്നത്. കാരണം ഞാൻ പറ്റുന്ന ശമ്പളം എന്ന് പറയുന്നത് സർക്കാർ അല്ല തരുന്നത്. സർക്കാർ ഒരു ഇന്റർമീഡിയറി, ഒരു വയ മീഡിയ മാത്രമാണ്. എനിക്ക് ശരിക്കും ശമ്പളം തരുന്നത് ജനങ്ങളാണ്. ജനങ്ങളുടെ കാശിട്ടാണ് അത് സംഭരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ടാണ് അതിൽ നിന്നാണ് വിഹിതം വെച്ച് തരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു പബ്ലിക് സെർവന്റ് ആയിട്ട് അറിയാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് സർക്കാർ സേവനത്തിൽ ഉണ്ടായിരുന്നപ്പോൾ, IPS ഓഫീസർ ആയിരുന്നപ്പോൾ. എന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ കൂറ് ജനങ്ങളോട് ഉണ്ടായത് സർക്കാരിനോടുള്ളതിനേക്കാളും. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുള്ളതിന്റെ കഥ ഞാൻ വിവരിച്ചിട്ടുണ്ട്, കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. അപ്പൊ ഇതുപോലെ ജനങ്ങൾ നമ്മൾ കൊടുക്കുന്ന കാശ് വെച്ചിട്ടാണ് ജയിലിലെ എല്ലാ സംവിധാനങ്ങളും നടക്കുന്നത്. ഓർത്തു നോക്കണം, നമ്മളെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുറ്റവാളികളുടെ സംരക്ഷണത്തിനായിട്ട് സമൂഹം തന്നെ കാശ് കൊടുക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി ഭക്ഷണത്തിന് വേണ്ടി നല്ലൊരു തുക ജയിലില് ചെലവാകുന്നുണ്ട്. അതിനായിട്ട് ഒരു വലിയ കമ്മിറ്റി എല്ലാ ജയിലിലും ഉണ്ട്. ജയിലിലെ ഭക്ഷണം അറിയാമല്ലോ, നല്ല ഭക്ഷണമാണ്. ആർക്കും അവിടെ വിശപ്പ് അനുഭവിക്കേണ്ടി വരില്ല. അപ്പൊ നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത്. ആഴ്ച 2 പ്രാവശ്യം മീനുണ്ട്, 2 പ്രാവശ്യം മട്ടൺ കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം അങ്ങാണ്ടേ ഉള്ളൂ വെജിറ്റേറിയൻ ഭക്ഷണം കൊടുക്കുന്നത്, ബാക്കി ഒരു ദിവസം ചിക്കൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും ഉള്ള വളരെ നല്ല ഭക്ഷണമാണ് ജയിലിൽ കൊടുക്കുന്നത്. കൂടാതെ ഓരോ പ്രാവശ്യം ഭക്ഷണം പാകം ചെയ്യുമ്പോഴും അത് വൃത്തിയുള്ളതാണോ, ഭക്ഷ്യയോഗ്യമാണോ, അതിനകത്ത് എന്തെങ്കിലും അപാകതകളുണ്ടോ എന്ന് നോക്കാനായിട്ട് ആദ്യം ജയിൽ സൂപ്രണ്ട് അത് കഴിച്ചു നോക്കും. അപ്പൊ അത് ഭക്ഷണം പാകം ചെയ്യുന്ന ആൾക്കാർ അത് ഒരു പ്ലേറ്റിൽ ജയിൽ സൂപ്രണ്ടിന് കൊണ്ടുകൊടുക്കും. ജയിൽ സൂപ്രണ്ട് അത് കഴിച്ചു നോക്കിയിട്ട് അത് നല്ലതാണ് എന്ന് പറഞ്ഞ് അംഗീകാരം കൊടുത്താൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് വിതരണം ചെയ്യുകയുള്ളൂ. ഭക്ഷ്യവിഷബാധയോ അതുപോലെ മാലിന്യങ്ങളോ ഒന്നും ഉണ്ടാകാതെ വളരെയധികം ശ്രദ്ധിച്ചാണ് തടവ് പുള്ളികളെ കാത്തു സംരക്ഷിക്കുന്നത്. ഞാനും ഇതുപോലെ ഉച്ച സമയത്തൊക്കെ ജയിലിൽ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ സൂപ്രണ്ടിന്റെ കൂടെ ഞാനും ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതീവ രുചികരമായിട്ടുള്ള ഭക്ഷണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല ഒരു തുക ഇതിനു വേണ്ടി ചെലവാക്കി നമ്മൾ ഇത്രയും ഒരു കമ്മിറ്റി ഉണ്ടാക്കി, ചിക്കൻ വാങ്ങിക്കുന്നതിന്റെ കമ്മിറ്റിയും ഫിഷ് വാങ്ങിക്കുന്നതിന്റെ കമ്മിറ്റി, അരി വാങ്ങുന്നത് എവിടെ നിന്നാണ്, അങ്ങനെ ഓരോ പച്ചക്കറികൾ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി ചെയ്ത് നോക്കുമ്പോൾ ഞാൻ പലപ്പോഴും വിഷമിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം രാവിലെ ഒരു ജയിൽ സന്ദർശനത്തിന് പോയ ഞാൻ, പൂജപ്പര സെൻട്രൽ ജയിലാണെന്നാണ് എന്റെ ഓർമ്മ, ജയിലിന്റെ പുറകുവശത്തൂടെ ഞാൻ വെറുതെ ഇങ്ങനെ നടന്നപ്പോ വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ ഒരുപാട് ഭക്ഷണ മാലിന്യങ്ങൾ ഓരോ ജയിൽ അറയിൽ നിന്നും, അതായത് സെല്ലുകളുടെ പുറകുവശമാണ്, സെല്ലിൽ നിന്നും വെളിയിലിട്ട് ഇങ്ങനെ എറിഞ്ഞിരിക്കുന്നു. അതായത് 5-6 ഇഡലികള്, കുറെ ഉപ്പുമാവാണെങ്കിൽ അതിന്റെ കഷ്ണങ്ങൾ, അങ്ങനെ കുറെ എറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് 1-2 അല്ലെ പല പ്രാവശ്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയധികം കാക്കകളും പ്രാവും പൂച്ചയും
ഒക്കെ ജയിലിനകത്ത് ഉള്ളത് എന്ന് എന്നെ ആദ്യമേ തന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വെച്ചാൽ എവിടെ നിന്നാണ് ഇത്രയധികം കാക്കകൾ, ഒരുപാട് പ്രാവുകള്, കുറെ പൂച്ചകൾ. അപ്പം എൻ്റെ അടുത്ത് ഓഫീസേഴ്സ് പറയും അത് പൂച്ചകളെയൊക്കെ ഇവിടെ അന്തേവാസികൾ വളർത്തും, തടവ് പുള്ളികൾക്ക് ചിലപ്പോൾ ബോറടിക്കുമ്പോൾ അവർ പൂച്ചയ്ക്കൊക്കെ ഭക്ഷണം കൊടുക്കുമല്ലോ. പക്ഷെ ജയിലിന്റെ പുറകുവശത്ത് പോയപ്പോഴാണ് കണ്ടത് വേസ്റ്റ് എന്ന് പറയുന്നത്. അവർക്ക് കൃത്യ അളവനുസരിച്ച് കൊടുക്കും. ഇപ്പൊ ഒരു 4 ഇഡലി വെച്ചിട്ട് എല്ലാവർക്കും രാവിലെ കൊടുക്കും. ഒരു ഇഡലി കഴിക്കുമ്പോൾ ഇത്രയും വലിപ്പമുള്ള ഇഡലിയാണ്. ചിലപ്പോൾ ചിലർക്ക് മതിയാവും. കാരണം എല്ലാവരും ഒരുപോലല്ലോ. അതായത് എല്ലാവർക്കും ഒരേ വണ്ണവും ഒരേ വയറും ഒരേ സൈസും പൊക്കവും ഒന്നും അല്ല. ചിലർക്ക് 1 കഴിച്ചാൽ മതിയാവും, ചിലർക്ക് 2 കഴിച്ചു കഴിഞ്ഞാൽ വയറും നിറയും, ചിലർക്ക് 4 കഴിച്ചാലും വയറും നിറയില്ല. പക്ഷെ സ്ത്രീകളുടെ പൊതുവെ വനിതകളെ അന്തേവാസികൾ ഉണ്ടെങ്കിൽ സ്ത്രീകളെ ജയിലിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വേസ്റ്റ് കാണാൻ പറ്റും. അവർക്ക് ഇത്രയൊന്നും കഴിക്കാനേ പറ്റില്ല. അപ്പം ഭക്ഷണം പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മാനുവലിനകത്ത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഭക്ഷണം ഒരുപാട് കൂടുതലാണ് എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഇത് വിചാരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? മാനുവലിനകത്ത് പറഞ്ഞിരിക്കുന്ന സർക്കാർ അംഗീകാരമാണല്ലോ. അപ്പൊ ഞാൻ സൂപ്രണ്ടിനോട് ചോദിച്ചു, ആവശ്യമുള്ളത് എടുത്താൽ പോരെ. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി, ജയിലിലെ തന്നെ തടവുപുള്ളികളാണ് ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് നിയോഗിക്കുന്നവര്. അപ്പൊ അവര് നല്ലപോലെ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് വലിയ വലിയ പാത്രങ്ങളായിട്ട് ചുമന്ന് ഓരോ ബ്ലോക്കിന്റെയും മുന്നിൽ കൊണ്ടുവച്ച് അവര് പാത്രത്തിൽ വിളമ്പി കൊടുക്കണം. അതിന് പകരം അങ്ങനെ വെച്ചിരുന്നാൽ ആവശ്യമുള്ളത് ബുഫേ പോലെ തടവുകാർ വന്ന് അത് വിളമ്പി എടുത്ത് കഴിച്ചാൽ അത് പ്രോബ്ലം തീരുമല്ലോ. ഇപ്പൊ നമുക്ക് ഒരു ദിവസം കഴിയുമ്പോൾ അടുത്ത ദിവസം തൊട്ട് എത്ര കുറയ്ക്കണം എന്നുള്ളത് അറിയാൻ പറ്റില്ല. ചോദിച്ചപ്പോൾ അയ്യോ മാഡം അത് തെറ്റാണ്, കാരണം അതിനെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ ജയിൽ മാനുവൽ അനുസരിച്ചുള്ള ഭക്ഷണം തന്നെ ഉണ്ടാക്കണം, അത്ര അത് വേസ്റ്റ് ആയാലും കുഴപ്പമില്ല, അവർക്ക് അത്രയും തന്നെ കൊടുത്തിരിക്കണം എന്നുള്ളൊരു ചട്ടമുണ്ട്. അങ്ങനെ ഒരു സർക്കുലർ നേരത്തെ ഇറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാനത് തിരുത്തുകയൊക്കെ ചെയ്തെങ്കിലും അത് പ്രാവർത്തികമായില്ല. വീണ്ടും അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജയിലിലെ ഒരു തടവുകാരന് ഭയങ്കര സീരിയസ് ആയിട്ടൊരു ഉദര രോഗം ബാധിച്ച് ആശുപത്രി കൊണ്ടുപോയി ചികിത്സിച്ചത്. കുറച്ച് പ്രായമായ ആളാണെങ്കിൽ പോലും വളരെ സീരിയസ്, ഒരു വല്ലാതെ എപ്പോഴും ഇങ്ങനെ അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ വയ്യ, എപ്പോഴും ഛർദ്ദിക്കുന്നു, വലിയ വ്രണങ്ങളാണ്, അൾസേഴ്സ് ആണ്. ആ ഒരു വ്യക്തിയെ പറ്റി നോക്കിയപ്പോൾ ഇതുപോലെ വേറെ ആർക്കെങ്കിലും ഉണ്ടോ നോക്കിയപ്പോൾ ജയിലിൽ ഏകദേശം ഒരു 10-30% ആളുകൾക്ക് ഇതുപോലെയുള്ള രോഗങ്ങൾ വരുന്നുണ്ട്. അത് ഉദര സംബന്ധമായിട്ടുള്ള വയറിന് അസുഖം. അപ്പൊ ഈ വയറിനുള്ള അസുഖം വരുന്നത് ഡയറ്റിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് പരിശോധിക്കാനായിട്ട് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡയറ്റീഷ്യൻ ഉണ്ട്, ഒരു മാഡത്തിന്റെയും കൂടെ ഞാൻ അഭിപ്രായം ചോദിച്ചുകൊണ്ട് ഞാനൊരു ചെറിയ സ്റ്റഡി പോലെ നടത്തി. എന്ത് തരത്തിലുള്ള ഭക്ഷണമായിരിക്കും കൊടുക്കേണ്ടതാണ്. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ഒരു ചാർട്ട് ഉണ്ടാക്കുകയും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം, അതായത് ചിലപ്പോൾ ചില സമയത്ത് കൊടുക്കേണ്ട ഭക്ഷണം നമ്മൾ മാറ്റിക്കൊണ്ട് കപ്പ ആക്കാം, കപ്പയും മീൻ കറിയും ആക്കാം. എപ്പോഴും ഇങ്ങനെ ഒരേ ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ ചില ഗോതമ്പ് ദോശയോ സൂചി ഗോതമ്പ് വെച്ചുള്ള ഉപ്പുമാവാണെങ്കിൽ കുറച്ചും കൂടെ ദഹനം പ്രക്രിയ ആവും. അതുപോലെ ഫ്രൂട്ട്സ് കുറച്ചുകൂടെ കൂടുതൽ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെയുള്ള പല സജഷൻസും വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരു നല്ല ഡീറ്റെയിൽഡ് ആയിട്ടൊരു പ്രിപ്പയർ ചെയ്തു, ഡയറ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്തു. അപ്പൊ എന്റെ മനസ്സിൽ കൂടെ ആദ്യം പോയ കാര്യം, നമ്മൾ എന്തിനാണ് ഈ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം മട്ടൺ കൊടുക്കുന്നത്? കാരണം മട്ടന്റെ വില എന്ന് പറയുന്നത് ഭയങ്കര 1000 രൂപയൊക്കെ ആ സമയത്തെ എത്തി നിൽക്കുന്നുണ്ടായിരുന്നു. അത്രയും ചെലവ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് പകരം നമുക്ക് ചിക്കൻ തന്നെ ആക്കിക്കൂടെ എന്നുള്ള ഒരു ആശയം എന്റെ മനസ്സിൽ ഉതിർന്നു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അത് നമുക്കത് മാറ്റാമോ? കാരണം ഡയറ്റ് ഒരുപാട് പൈസ നമുക്ക് ആ ജയിലിന് സേവ് ചെയ്യാൻ സാധിക്കും. ചിക്കൻ ആണെങ്കിൽ നമ്മൾ തന്നെ വളർത്തുന്ന കോഴികളുണ്ട്, ജയിലിനകത്ത് തന്നെ ചിക്കൻ വളർത്തുന്നത്. അതും ഒരു പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നീട് അത് കൊണ്ടുവന്നു. ആടിനെയും കോഴിയെയും ഒക്കെ ജയിലിനകത്ത് വളർത്താൻ തുടങ്ങി. അതിന്റെ പുറകിൽ വലിയ കഥകളൊക്കെ ഉണ്ട്. പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷന് ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അവിടെ തീറ്റ കൊടുത്ത്, കോഴിത്തീറ്റയും വെള്ളമൊക്കെ കൊടുത്ത് ഒരു കൂടിനകത്ത് വലിയ 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 കൂടുകൾ കെട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനകത്തിട്ട് വളർത്തി 6 മാസമൊക്കെ ആകുമ്പോൾ, അല്ല അതിന് മുമ്പ് തന്നെ 5 മാസമൊക്കെ ആകുമ്പോൾ അവനെ തൂക്കി വെക്കും. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയുണ്ട്. അതുപോലെ ആടുകളെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട്, ആടുകൾ പക്ഷേ വേറെ പുതിയത് കൊണ്ടുവരണ്ട, ഇത് പെറ്റ് പെരുകും ആട്. അപ്പൊ അതിൽ ഒരുപാട് ആട്ടുകുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അതിന് ആടിനെ വിറ്റിട്ടും പൈസ ഉണ്ടാക്കുന്നുണ്ട് ജയിലിൽ. എല്ലാ വർഷവും ഏകദേശം 1 കോടി രൂപ അടുപ്പിച്ചുള്ള ഒരു എമൗണ്ട് സർക്കാരിലേക്ക് അടയ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരു വരുമാനം ജയിലില് ഉണ്ടാക്കി. ഇപ്പൊ പെട്രോൾ ബങ്കും കൂടെ തുടങ്ങിയത് കൊണ്ട് ബ്യൂട്ടി പാർലറുകൾ, ബാർബർ ഷോപ്പുകള്, ഭക്ഷണശാലകള്, കഫറ്റേറിയ, ജയിലിന്റെ ഫുഡ് ഫോർ ഫ്രീഡം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഞാൻ ഫ്രീഡം ഫുഡ് ഫാക്ടറി എന്ന് പറഞ്ഞ പേര് ഞാൻ മാറ്റി. അത് പിന്നീട് വീണ്ടും മാറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അതിൽ നിന്നൊക്കെ വരുമാനം ജയിലിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും ഡയറ്റ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യമാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ റെഡ് മീറ്റ് എന്ന് പറയുന്നത് ശരീരത്തിന് നല്ലതല്ല, ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ ശരീരം ഭയങ്കര ചൂട് കൂടും. അപ്പൊ ചൂട് കൂടുമ്പോൾ ഓൾറെഡി എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാർക്കാണെങ്കിൽ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള വയറിന് രോഗമൊക്കെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് മീറ്റ് എന്ന് പറഞ്ഞ ബീഫും മട്ടണും ഒക്കെ കുറച്ചിട്ട് അതിന് പകരം നമുക്ക് ചിക്കൻ ആക്കി കൂടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊരു സജഷനാണ്, ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അതൊക്കെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു പ്രപ്പോസല് സർക്കാരിലേക്ക് അയച്ചു. ആടിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. അതായത്
ജയിൽ ഉദ്യോഗസ്ഥരുടെ അഴിമതി എന്ന് പറയുന്ന ഒരു കഥ വന്നത്, ആടുകളുടെ എണ്ണം സാധാരണ ആരും എടുക്കാറില്ല, പ്രസവിച്ചിടുമ്പോൾ കുറെ അങ്ങ് കൂടുമല്ലോ. ഇപ്പൊ കുറെ ജയിലിലെ ആൾക്കാർ തന്നെ വന്നിട്ട് അന്തേവാസികളൊക്കെ തന്നെയാണ് ആടിനെ പരിപാലിക്കുന്നതും നോക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും. എത്ര എണ്ണം ഉണ്ടെന്നൊന്നും നോക്കാൻ പറ്റില്ല. പക്ഷെ ജയിലിലെ അന്തേവാസി തന്നെ എന്റെ അടുത്ത് പറഞ്ഞു, ആടിനെ നോക്കുന്ന ആള് രഹസ്യമായിട്ട് പറഞ്ഞു, മാഡം ഇത് ഓഫീസേഴ്സ് ആരും അറിയാതെ ഞാൻ പറയുകയാണ്, ഇവിടെ വളർത്തുന്ന തൃശ്ശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിലാണെന്ന് തോന്നുന്നു, ആടുകളിൽ ഓരോ ആടിനെ വെച്ച് എല്ലാ ദിവസവും സീനിയർ ഓഫീസേഴ്സ് കൊണ്ടുപോകുന്നുണ്ട്. അത് എന്താന്ന് വെച്ചാൽ ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാനായിട്ട് ആടിന്റെ തലയിൽ കൂടെ കറുത്ത തുണിയിട്ട് കഴുത്ത് കെട്ടി അല്ലെങ്കിൽ സെലോ ടേപ്പൊക്കെ വായി കൂടെ ഒട്ടിച്ചിട്ട് അതിനെ പിടിച്ച് ജീപ്പിൽ ഇട്ടുകൊണ്ട് സീനിയർ ഓഫീസേഴ്സ് കൊണ്ടുപോയി അവരത് ആർക്ക് തിന്നുവോ അല്ലെ വിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ശീലമുണ്ടെന്നൊക്കെ ഇങ്ങനെ ഒരു പരാതിയായിട്ടൊരു ആടിനെ നോക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞിട്ട്, അപ്പൊ സത്യമാണോ അല്ലയോ എന്ന് വെരിഫൈ ചെയ്യാൻ എനിക്കൊരു മാർഗവും ഇല്ലായിരുന്നു. എന്തായാലും ഞാൻ രഹസ്യമായിട്ടൊക്കെ അന്വേഷിച്ചപ്പോൾ അത് ആരും അംഗീകരിച്ചില്ല. അത് എനിക്ക് ഈ ജയിലിലെ ഓഫീസേഴ്സിനെ വെച്ച് തന്നെ എന്നെ അത് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് ആരും അംഗീകരിച്ചൊന്നുമില്ല. പക്ഷെ തീർച്ചയായിട്ടും നടക്കുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ കൊണ്ടാണോ എന്നറിയില്ല, ജയിൽ ഉദ്യോഗസ്ഥർക്ക് എന്തായാലും കോഴി വളർത്തലും ആട് വളർത്തലും ഒക്കെ വലിയ ഇഷ്ടമാണ്. അപ്പൊ അവര് പറയുന്നത് തടവറയിൽ കിടക്കുന്ന തടവ് പുള്ളികളെ കൊണ്ട് ചെയ്യിക്കാൻ കുറെ ജോലിയായല്ലോ, കൃഷിയാണെങ്കിലും അവരെ കൊണ്ട് ചെയ്യിക്കാമല്ലോ എന്ന്. അന്തേവാസികളുടെ ഡയറ്റിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ഡയറ്റ് മാറ്റേണ്ട ആവശ്യകത ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് എന്ന് വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ സർക്കാരിലേക്ക് ജയിൽ മാനുവലിനകത്ത് ഇന്ന കാര്യങ്ങൾ വരുത്തണം. കൂടാതെ നമ്മൾ കാലോറി അനുസരിച്ചിട്ട് കൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു പുരുഷന് ഒരു ദിവസം ആവശ്യമുള്ള കാലോറി 2000-വും 2500-ന്റെ ഇടയ്ക്കായിട്ട് വരും. അതുപോലെ ഒരു സ്ത്രീക്ക് ആവശ്യമുള്ള ദിവസേനയുള്ള കലോറി 1300 മുതൽ 1500 വരെ വരും. അപ്പൊ അതിനേക്കാളും കുറച്ച് കൂടുതൽ നിൽക്കുന്നത്, കാരണം ഇവരെ കൊണ്ട് ജോലി കൂടെ ചെയ്യിക്കുന്നുണ്ടല്ലോ. ആ കലോറിഫിക് വാല്യൂവും കൂടെ കണക്കിലാക്കി എടുത്തുള്ള ഒരു ഡയറ്ററി ചാർട്ടാണ് പ്രിപ്പയർ ചെയ്ത് അയച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ അയച്ചു എന്നുള്ള കാര്യം അറിഞ്ഞതുകൊണ്ട് കുറെ പത്രക്കാരെന്നെ വിളിച്ച് ചോദിച്ചതിന്റെ കൂട്ടത്തിൽ ഞാൻ അവരോട് വിശദീകരണം നടത്തി. മാതൃഭൂമിയിലെ ഒരു ഉണ്ണിത്താൻ എന്ന പേരുള്ള ഒരു പത്രപ്രവർത്തകനുണ്ട്. അദ്ദേഹം വളരെ ഫേമസ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ച് ഫോണിൽ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ എന്താണ് ഈ ബീഫും മട്ടണും എന്താ ഒഴിവാക്കാൻ കാരണം ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ ഹെൽത്ത് റീസൺസ് ആണ്. അപ്പൊ കാലാകാലങ്ങളായിട്ട് കൊടുക്കുന്നതല്ലേ ആൾക്കാർക്ക്, അപ്പൊ അവർക്ക് റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. ജയിലിൽ കിടക്കുന്ന ആൾക്കാർ പറയൂല ഞങ്ങൾക്ക് ബീഫ് തന്നെ വേണം അല്ലെങ്കിൽ മട്ടൺ തന്നെ വേണം, ഞങ്ങൾ ചിക്കൻ പോരാ എന്നുള്ള മട്ടിൽ അവർ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ അവർക്ക് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് ശരീരം നല്ലപോലെ ചൂടാവുകയും ചെയ്യും. കൂടാതെ ഒരുപാട് സ്റ്റഡീസ് ഉണ്ട് ഇങ്ങനെ ഇതിന്റെ ദുഷിപ്പുകളെ കുറിച്ചിട്ട്. റെഡ് മീറ്റ് കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമല്ല, മാനസികമായിട്ടുള്ള പ്രശ്നവും നമ്മുടെ ബ്രെയിൻ ഡാമേജിനുള്ള പ്രശ്നവും വരും. കാരണം ഞാൻ വായിച്ചതാണ്, നമ്മൾ എന്ന് പറയുന്ന നമ്മളെല്ലാവരും, മനുഷ്യർ എന്ന് പറയുന്ന വ്യക്തികളെല്ലാവരും കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മൾ ജനിച്ചു വീഴുമ്പോൾ തൊട്ട് കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്നത്. അതാണ് നമ്മുടെ ശരീരത്തിലേക്ക് കാണുന്നത് മുഴുവൻ. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ വണ്ണം കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ കൂടുതൽ ഫാറ്റ് കഴിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ കൂടുതൽ മധുരം കഴിച്ചു എന്നുള്ളതാണ്. നമുക്ക് വരുന്ന അസുഖങ്ങളും അതനുസരിച്ചാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളായിട്ട് നമ്മളൊരു ആപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ 1.5-2 മണിക്കൂർ കഴിയുമ്പോൾ ആ ആപ്പിൾ നമ്മുടെ ശരീരത്തോട് ലയിച്ച് അങ്ങ് നമ്മുടെ ശരീരമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള പന്നികളെയും അതുപോലെ പോത്തിനെയും ആടിനെയും കഴിക്കുമ്പോൾ ആ സ്വഭാവം നമ്മുടെ രക്തത്തിലേക്ക് അലിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതും കൂടെ കണക്കിലെടുക്കണം. ഒന്നാമത് ഇവര് ക്രിമിനൽസ് ആണ്. അപ്പൊ അവര് കുറച്ച് സമാധാനമായിട്ട് ജയിലില് കഴിയാൻ വേണ്ടിയിട്ട് നല്ല അന്തരീക്ഷത്തിൽ കഴിയാനും നമ്മൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അവര്. അപ്പൊ തിരുത്തൽ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവര് മട്ടണും ബീഫും ഒഴിവാക്കി കുറച്ചുകൂടെ ഹെൽത്തി സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നതല്ലേ നല്ലത് എന്നുള്ള മട്ടിൽ ഞാൻ അദ്ദേഹത്തോട് തുറന്നൊന്ന് സംസാരിക്കാൻ ഒരുപാട് സംസാരിക്കാറുണ്ട്. ഞങ്ങൾ തമ്മിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അങ്ങനെ സംസാരിച്ചു. പിറ്റേ ദിവസം രാവിലെ പത്രത്തിൽ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ കോളം ന്യൂസ് ആയിട്ട് വന്നത്, ജയിലിൽ ബീഫും മട്ടണും വിതരണം ചെയ്താൽ കുറ്റവാളികൾ കൂടുതൽ ക്രിമിനൽസ് ആകും. ജയിൽ DGP ശ്രീലേഖ ഉണ്ണിത്താന്റെ പേരും ഒക്കെ വെച്ചിട്ടാണ് വെച്ചത്. അതാണ് തലക്കെട്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത് അദ്ദേഹം അത് വേറെ രീതിയിലാക്കി മാറ്റിയിട്ട് ഞാൻ ഡയറ്റ് പ്ലാൻ മാറ്റാനായിട്ട് ഗവൺമെന്റിന് നിർദ്ദേശം കൊടുത്തത് ജയിലറയിൽ കിടക്കുന്ന ക്രൂരരായിട്ടുള്ള തടവ് പുള്ളികളെ കൂടുതൽ ക്രൂരന്മാരാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവര് ബീഫും മട്ടണും കഴിച്ചാൽ അവർ കൂടുതൽ വയലന്റ് ആവും എന്നുള്ള മട്ടിലൊക്കെയാണ് അദ്ദേഹം കഥ എഴുതിയത്. ഇതെനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. ഇതുപോലുള്ള കഥകൾ വായിച്ച് ശരിക്കും ചിരിക്കേണ്ടതാണ്, ചിരിച്ച് തള്ളിക്കളയേണ്ടതാണ് ഞാൻ. പക്ഷെ എനിക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം പത്രത്തിൽ വരുന്ന വാർത്ത എന്ന് പറയുന്ന ആളുകളെല്ലാവരും വായിക്കുമല്ലോ. അപ്പൊ അവരെല്ലാവരും വായിച്ചിട്ട് എല്ലാവരും ടപ്പ് ഈ രാവിലെ തൊട്ട് ഫോണിന്റെ മെസ്സേജുകളും കോൾ ട്യൂണും ഒക്കെ വിളിച്ച് മറുപടി പറഞ്ഞ് മടുത്തു. ഇപ്പൊ ഗവൺമെന്റിൽ നിന്ന് എനിക്ക് എക്സ്പ്ലനേഷൻ ഉടനെ ചോദിച്ചു, മെമ്മോ തന്നിട്ട് പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്യും എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, എന്തുകൊണ്ടാണ്.
അപ്പൊ ഞാൻ പിന്നീട് അത് ഞാൻ കൊടുത്ത റിപ്പോർട്ടിന്റെ സഹിതം ഇവിടുത്തെ എക്സ്പ്ലനേഷൻ ഒക്കെ എഴുതി കൊടുക്കണം, എന്തൊരു തലവേദനയാണെന്ന് അതൊക്കെ എഴുതി കൊടുക്കേണ്ടി വന്നു. അത് നടപടിയൊന്നും ഉണ്ടായില്ല, എന്ത് നടപടി എടുക്കാനൊന്നും ഇല്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടോ ഈ പുതിയ ഡയറ്റ് പ്ലാൻ ആരും അംഗീകരിച്ചുമില്ല. അതിനുശേഷവും ഫുഡ് ഇങ്ങനെ വെറുതെ വേസ്റ്റ് ചെയ്തു പോകുന്നുണ്ട്. പത്ര റിപ്പോർട്ട് വന്നില്ലായിരുന്നു എങ്കിൽ ചിലപ്പോൾ ആ ഒരു നല്ല ഡയറ്റ് പ്ലാൻ അംഗീകരിച്ച് നമ്മൾ നന്മ നോക്കി ചെയ്യുമ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ, ജയിൽ ഡിപ്പാർട്ട്മെന്റിന് കുറച്ച് നല്ല പൈസ ലാഭിക്കാനാവട്ടെ എന്നൊക്കെയുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്ത കാര്യം നടക്കാതെ പോയത് ഈ ഒരു പത്രവാർത്തയുടെ പുറത്താണ്. അവരെന്റെ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു, ഡയറ്റീഷ്യന്റെ പ്ലാനും ഒന്ന് തള്ളിക്കളഞ്ഞു, പഴയ മാനുവൽ അനുസരിച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്ത ഒരു കഥ നിങ്ങളോട് പറയണമെന്നുണ്ട്. കൂടാതെ വേറൊരു സംഭവം കൂടെ ഇതിനോടനുബന്ധിച്ച് എനിക്ക് ഓർമ്മ വരുന്നത്, ജയിലിനകത്ത് നമ്മൾ വെജിറ്റേറിയൻ ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും വീഗൻ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ചില ആൾക്കാർ ഉണ്ട്. അത് നമ്മുടെ നാട്ടിലുള്ളവരല്ല, നമ്മൾ ഒരുപാട് ഫോറിനേഴ്സ് ജയിലിൽ കിടപ്പുണ്ട്. ഒരു പാക് പൗരൻ വർഷങ്ങളായിട്ട് ജയിലിൽ കിടക്കുന്നുണ്ട്. അയാൾക്ക് പാകിസ്ഥാനിലാണ് അയാൾ വീട് എന്ന് പറഞ്ഞു, നമ്മൾ ഏതോ ഒരു ഫിഷർമെൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അയാൾ എങ്ങനെയോ ഗുജറാത്ത് ബോർഡറിൽ നിന്ന് അവിടെ നിന്ന് എങ്ങനെയോ ബോട്ടൊക്കെ തെറ്റി വന്ന് കേരളത്തിലെങ്ങാണ്ട് വന്ന് ഇറങ്ങി അവസാനം ഇവിടെ നിന്ന് പിടിച്ച് അയാൾ ജയിലിൽ കിടക്കുകയാണ്. പാകിസ്ഥാൻ ഗവൺമെന്റ് പറയുന്ന അയാൾ പാകിസ്ഥാൻ പൗരനല്ല എന്ന്, അയാൾ പറയുന്നത് ഞാൻ പാക് പൗരനാണ്, എനിക്ക് തിരിച്ചു പോകുന്നത്. പക്ഷെ ഒരു രേഖയും ഒരു ഡോക്യുമെന്റും ഇല്ല. അപ്പൊ അയാളുടെ വള്ളം നശിച്ചു പോകും എന്തോ ചെയ്തു. അങ്ങനെ അയാൾ അങ്ങനെ കിടക്കുകയാണ് വർഷങ്ങളായിട്ട്, ഒന്നും ചെയ്യാൻ പറ്റാതെ. നമ്മൾ അയാളെ പോലെയുള്ള പലരെയും തീറ്റിപ്പോറ്റുന്നുണ്ട്, പിന്നെ വിസ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് വരുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ അവിടെ ഒരു സ്ത്രീ, ഒരു ഫോറിനറാണ്, നെതർലാൻഡ്സിൽ ടച്ച് ഒരു സ്ത്രീയോ മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പൊ അവര് അവിടെ കിടന്നുകൊണ്ട് അവർക്ക് ഒന്നും കഴിക്കാൻ വയ്യ. അപ്പൊ ഞാൻ വനിതാ ജയിലിൽ സന്ദർശിച്ചപ്പോൾ 2 ഫോറിനേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ഈ രണ്ടുപേരും അമൃതാനന്ദമയി ആശ്രമത്തിൽ വന്ന് ഭക്തി മൂത്തിട്ട് അവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്ന ആൾക്കാരാണ്. അവരുടെ വിസ കാലാവധി തീർന്നതിന് ശേഷവും അവരത് പുതുക്കാതെ അനധികൃതമായിട്ട് നിന്നു എന്നുള്ള കുറ്റത്തിനാണ് 2 പേരെയും പിടിച്ചിട്ടിരിക്കുന്നത്. അതിൽ ഒരാള് എനിക്ക് തോന്നുന്നു ഏതോ ഒരു മലേഷ്യയോ അതുപോലെ ഏതോ ഒരു സ്ഥലം, കുറച്ചുകൂടെ അടുത്തുള്ള, നമ്മുടെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒക്കെ അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്നാണ്. പക്ഷെ ഈ നെതർലാൻഡ്സുകാരി, ആ സ്ത്രീ എന്ന് പറഞ്ഞ മദാമ്മയ്ക്ക് അവർക്ക് ഒന്നും പറ്റുന്നില്ല, ചേരുന്നില്ല. കാരണം അവർ അമൃതാനന്ദമയി ആശ്രമത്തിൽ അവർക്ക് വീഗൻ ഫുഡ് കിട്ടിയിരുന്നു എന്ന് പറയുന്നു. ഇവിടെ ജയിലിൽ നമുക്കത് കൊടുക്കാൻ നിർവാഹമില്ലല്ലോ. ജയിലിൽ കൊണ്ടുവന്നവരെ ഇട്ടപ്പോൾ മുതൽ അവർക്ക് പലതരത്തിലുള്ള അസുഖങ്ങളും അവർ ഭക്ഷണം കഴിക്കാതെ കുഴഞ്ഞു വീഴുന്നു ഒക്കെ. ഇവർ പറഞ്ഞ 2 കാര്യങ്ങളിൽ ഒന്ന്, അവർ പറഞ്ഞത് കൊതുകിന് ശല്യം കൊണ്ട് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. കൊതുക് തിരി കത്തിച്ച് വെക്കാനായിട്ട് ഞാൻ സൂപ്രണ്ടിനോട് പറഞ്ഞു. സൂപ്രണ്ട് വല്ലി വളരെ മിടുക്കിയായിട്ടുള്ള നല്ലൊരു ലേഡിയായിരുന്നു, സ്മാർട്ടായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സൂപ്രണ്ടായിരുന്നു, ജയിൽ സൂപ്രണ്ട്. വല്ലി പറഞ്ഞു, മാഡം അത് വലിയ പ്രയാസമായിരിക്കും, അതിനകത്ത് കൊതുക് തിരി കത്തിച്ച് വെച്ചാൽ തീയല്ലേ, അപ്പൊ അറിയാതെ അത് എവിടെയെങ്കിലും കത്തി തുണികളൊക്കെ ഉണ്ടല്ലോ അല്ല, അപ്പൊ ഇവരെല്ലാരും കൂടെ 5-6-8 പേരൊക്കെ ചേർന്ന് കിടക്കുന്നതിടെ കൂടെ കൊതുക് തിരി കത്തിച്ച് വെച്ചാൽ എവിടെയെങ്കിലും തീ വന്നാൽ പിന്നെ ഭയങ്കര പ്രശ്നമാകും. സെല്ലിന്റെ പുറത്ത് കത്തിച്ച് വെക്കാന്ന് പറഞ്ഞു. അങ്ങനെ സെല്ലിന്റെ പുറത്ത് കത്തിച്ച് വെച്ചു തോന്നുന്നുണ്ട് 3-4 ദിവസം. പക്ഷെ അതൊന്നും ഒരു ഗുണവും ചെയ്തില്ല, നല്ല കൊതുകാണ് അവിടെ. പക്ഷെ രണ്ടാമത്തെ കാര്യം ഈ സ്ത്രീ പറഞ്ഞത്, എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് തരാമോ മാഡം, കാരണം ഇവിടെ ഫ്രൂട്ട്സേ തരുന്നില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ വലിയോട് ചോദിച്ചു, വലിയ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു വർക്ക് കൊടുക്കാം. എവിടുന്ന് വാങ്ങിച്ചു കൊടുക്കും മാഡം, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ? അതുമല്ല ഇവർക്ക് മാത്രമായിട്ട് ഫ്രൂട്ട്സ് എങ്ങനെ കൊടുക്കും? ഈ ജയിലിൽ ഏകദേശം 60 പേരും അങ്ങാണ്ട് കിടപ്പുണ്ട് ആ സമയത്ത്. അപ്പൊ ഈ 60 പേർക്കും നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങണ്ടേ, അതിനുവേണ്ടി പൈസ മാഡം പ്രത്യേകം തരുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ അപ്പൊ തന്നെ എന്റെ ഡ്രൈവറെ വിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് ഈ നെതർലാൻഡ് സ്ത്രീക്ക് കൊടുക്കുകയും എത്രയും പെട്ടെന്ന് അവരുടെ വിസ ശരിയാക്കാനായിട്ട് ഏർപ്പാട് ചെയ്യാമെന്നൊക്കെയുള്ള തീരുമാനം എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഒന്നും നടന്നില്ല, കാരണം അവർ കുറച്ച് നാളും കൂടെ കിടന്നു. കുറെ വലിയൊരു പ്രോസസ് ആണല്ലോ, എംബസി വഴിയൊക്കെ വരണമല്ലോ. ന്യൂഡൽഹിയിലുള്ള നെതർലാൻഡ്സിന്റെ എംബസി വഴി ഒക്കെ പേപ്പർ മൂവ് ചെയ്തിട്ട് തിരിച്ചു വന്ന് അത് ഇന്ത്യൻ ഗവൺമെന്റ് റാറ്റിഫൈ ചെയ്ത് പാസ്പോർട്ട് സീസ് ചെയ്തിരിക്കുന്നത് തിരിച്ചു കൊടുത്ത കേസിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടൊക്കെ അവർക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാലം ആ സ്ത്രീ അവിടെ കിടന്ന് നരകയാതന അനുഭവിച്ച് ഭക്ഷണം കഴിക്കാൻ വയ്യാതെ അവസാനം പിന്നെ അവർ പൊരുത്തപ്പെട്ടെന്ന് തോന്നുന്നു എല്ലാമായിട്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ജയിൽ എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള സാധനമാണ്, നരകയാതനയാണെന്നൊക്കെ പറഞ്ഞു ആയിരുന്നു പണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു. നടയടി എന്ന് പറയുന്നതൊക്കെ നടന്നിട്ടുണ്ട്, വരുമ്പോൾ അടിക്കുന്നതും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ഉള്ള എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചില അടിക്കുന്ന ആൾക്കാരുടെ ക്രൂരതയുണ്ട്, അതിനകത്ത് കുറച്ചൊക്കെ ദുസ്സഹമാണ്, വളരെ തളച്ചിട്ടതുപോലെയാണ്. പക്ഷെ ഒന്നിന് കുറവ് വരാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഭക്ഷണമാണ്. നല്ലപോലെ ഭക്ഷണം അവർക്ക് കിട്ടും, പക്ഷെ അത് ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രീതിയിലുള്ള ഭക്ഷണമാണോ അവർക്ക് കൊടുക്കുന്നതെന്ന് പലപ്പോഴും എനിക്ക് സംശയം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പോലും പിന്നെ കൂടാതെ ഈ ജയിൽ ദിനങ്ങളൊക്കെ ഒരു ബിരിയാണിയാണ് വെച്ചു. ബിരിയാണി ഏത് സെലിബ്രേഷൻ വന്നാലും ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൺ ബിരിയാണി, ബിരിയാണിയാണ് കൊടുക്കുന്നത്. അപ്പം ബിരിയാണി കിട്ടുന്ന ദിവസം അവർക്ക് ഭയങ്കര സന്തോഷമാണ്, ജയിലിലുള്ള എല്ലാവരും ബിരിയാണി കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അതൊക്കെ അതുപോലെയുള്ള ഭയങ്കര ലാവിഷ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നുണ്ട്. ജയിലിൽ ആർക്കും ഇതുവരെ പട്ടിണി അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്ന് മാത്രമല്ല
ഫുഡ് ഒരുപാട് വേസ്റ്റ് ആകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുള്ളത് പൊതുജനങ്ങൾ അറിയണം. കാരണം അത് നമ്മുടെ പണമല്ലേ. സസ്നേഹം, ശ്രീലേഖ.